അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് ഡിസ്കിന് ഒരു കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കുറെ നേരം ഇരിക്കാനും കുറെ നേരം നിൽക്കാനും അങ്ങനെ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഹൗസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. സിബിനായിട്ട് പൂജയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പുറത്ത് കുറച്ച് കമന്റ്സ് വന്നായിരുന്നു, സിബിന്റെ വാലെന്നല്ലേ വാലായിട്ട് നടക്കുന്നുള്ളത്. അത് 100 സിബിൻ എടാ ഞാൻ എന്ത് നല്ല നിന്നെ പറ്റി പറയാന്നറിയോ? അതൊക്കെടാ, ഇത് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അഖിൽ മാരാർ പറഞ്ഞിട്ട്. അദ്ദേഹം പറയണ്ടായി വൺ പൊളിറ്റിക്സ് ആണ് നടക്കുന്നത്. അഖിൽ മാരാർ സംസാരിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനോ ഞാനിപ്പോ നിൽക്കുന്നില്ല. എല്ലാവർക്കും അറിയാം സിബിൻ എന്റെ ഫ്രണ്ടാണ്. അതായത് പറയുന്നത് ശരിയോ തെറ്റോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരാളെ പറ്റി പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് കംഫർട്ടബിൾ ആണോ, ഞാൻ സംസാരിച്ചോട്ടെ ഈ വിഷയം, അതുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അഖിൽ മാരാർ പറയണ്ടായി കുറെ പെണ്ണുങ്ങൾക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗബ്രീനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇരുത്തി താഴ്ത്തണം എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്തു പോയതാണ്. അത് ഓൾറെഡി അങ്ങനെ തന്നെയാണോ? ഗബ്രി പറയുന്ന സ്റ്റേറ്റ്മെന്റും ഗബ്രി ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് വരുമ്പോൾ അപ്പൊ പിന്നെ കയറി അടിച്ചങ്ങ് സംസാരിച്ചു. അർജുൻ ശ്രീതു കോംബോ എന്ന് പറയുന്നത് ആ വീട്ടിൽ ആർക്കും അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു സംഭവം ഇതേപോലത്തെ ഒരു പ്ലാനിങ് ആണോ? ഗബ്രി എന്നോട് പ്രാവശ്യം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് പൂജയ്ക്ക് അവളായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, അത് ഇല്ലാന്ന് ഞാൻ പറയില്ല. ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഗബ്രി ജാസ്മിനെ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പോലെയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷെ ഹൗസിന്റെ ഉള്ളില് ഗബ്രി അല്ലാതെയും ഒരുപാട് പേരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ വരുമ്പോൾ ജാസ്മിന് അത് അവിടെ പറ്റുന്നില്ല. ജിൻഡോ ചേട്ടനെ പറ്റിയിട്ട് ഞാൻ ഇടപഴകിയിടത്തോളം വെച്ചിട്ട് ജിൻഡോ ചേട്ടൻ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. തൊട്ടേന് പിടിച്ചതിന്റെ കാക്ക് കംപ്ലൈന്റ് ആണ്. ഹായ്, സോ ഞാൻ എപ്പോഴും പറയാറില്ല എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആ സ്പെഷ്യൽ ഗസ്റ്റിനെ എനിക്ക് ഒന്നും കൂടെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയായിരുന്നു. പൂജ കൃഷ്ണ. ഹായ്. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെ ചോദിച്ചു ഞാൻ തുടങ്ങുകയാണ്. ഹൗസ് യുവർ ഹെൽത്ത്? ഞാൻ ആക്ച്വലി ഇത് കുറേ പേര് ചോദിച്ച് ഞാൻ പറഞ്ഞു മടുത്തു. ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് ഡിസ്കിന് ഒരു കംപ്ലൈന്റ് ആയിരുന്നു. എനിക്കുണ്ട് ഡിസ്കിന് പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് കുറെ നേരം ഇരിക്കാനും കുറെ നേരം നിൽക്കാനും അങ്ങനെ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് എനിക്ക് ഹൗസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ഇപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെയാണ്. പക്ഷെ എല്ലാവരുടെയും ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പോണേക്ക് മുന്നേ നെഗറ്റീവ് കമന്റ്സ് കുറെ വന്നായിരുന്നു. ഈ പൂജ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചിരിച്ചിരിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷെ ഇറങ്ങി വന്നപ്പം നേരെ ഉൾട്ടടിച്ചിട്ട് ഈ പറയുന്ന ആൾക്കാർ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നു. ഈ ഹെൽത്തിന് വേണ്ടി ഓരോ ഹോസ്പിറ്റൽസ് റെക്കമെൻഡ് ചെയ്യുന്നു, ഓരോ ഡോക്ടേഴ്സിന്റെ നമ്പേഴ്സ് തരുന്നു. അപ്പം അങ്ങനത്തെ ലവ് കാര്യങ്ങളൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? അതെനിക്ക് ആദ്യം ബിഹാൻസിനോടാണ് പറയാനുള്ളത്. കാരണം ഞാൻ ഇവിടെ ചിരിച്ച് ഇന്റർവ്യൂ എടുത്തിട്ട് അവിടെ പുറത്തത്തെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ വെറുതെ പൊട്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ട് അത് ഈ ചാനലിന് ഉത്തരവാദിയാണ്. നമ്മള് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മള് ഇപ്പം ഞാൻ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ ഈ ചാനൽ എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഫൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ഈ ചാനൽ എടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു ഇന്റർവ്യൂ തരുമ്പം നമുക്ക് ഓരോ ക്യാരക്ടർ ഉണ്ടാവും. നമ്മുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ പറയും, അതായത് ഇന്ന ഒരു മോഡിലായിരിക്കും ഇന്റർവ്യൂ, ഇത് ഫണ്ണായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ചൊരു എന്താ പറയുക സർക്കാസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഇത് കുറച്ചൊരു സീരിയസ് ആയിട്ട്, അങ്ങനെ നമുക്ക് ഓരോ മോഡ് തരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ പെർഫോം ചെയ്യണം. ഈ ആക്ച്വലി പെർഫോം ചെയ്യാണ് നമ്മളിവിടെ. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ട് ഒരുപാട് പേരെന്നെ ജഡ്ജ് ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിൽ ഇപ്പൊ നമ്മുടെ ബിഹാൻ വുഡ്സിൽ എന്റെ ഇപ്പം കമന്റ് ബോക്സിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി എന്നൊക്കെ പറയുമ്പോഴും എനിക്കത് ഫണ്ണായത്. കാരണം ഐ നോ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു മൂഡ് അനുസരിച്ചായിരിക്കും ആൾക്കാർ. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ക്യാരക്ടറിനോട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും അധികം പേര് ഭയങ്കരമായിട്ട് അങ്ങ് സ്വീകരിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അവരുടെ എഫേർട്ട് എടുത്ത് അവരെനിക്ക് മെസ്സേജ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, മെയിൽ അയക്കുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയ്ക്കധികം പ്രതീക്ഷിച്ചില്ലേ. ആദ്യൊരു 10-15 പേരൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങണം, അതുകൊണ്ട് അധികം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫാൻസ് അധികം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഫാൻസ് ഞാൻ ഒന്നാമത് ബിഗ് ബോസിൽ കയറുമ്പോൾ ഫാൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടല്ല കയറണേ. സത്യം പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ കോൺഷ്യസ് അല്ല, ഈ ഒരു പരിപാടിയിൽ ഞാൻ കോൺഷ്യസ് അല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ ഇതിന് മുന്നേ എൻ്റെ ഇതെന്തായിരുന്നു അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് മെയിനായിട്ട് അവിടെ പോകണം, എന്താ പറയുക, ഗെയിമിൽ ഇൻവോൾവ് ചെയ്യണം. പിന്നെ എനിക്ക്
കുറച്ചൊക്കെ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാളുമാണെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ അതിലാ പോയത്. പക്ഷേ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഇത്രയും പേരെന്നെ ഇഷ്ടപ്പെടും, ഇത്രയും പേരെന്നെ നല്ലത് പറയും. ഞാനൊരു നെഗറ്റീവ് എവിടെടാ നോക്കിയത്. ഒരു നെഗറ്റീവ് പോലും ഇല്ലല്ലോ അത്. അങ്ങനെയല്ല നെഗറ്റീവ്. എന്നാലും ആലോചിക്കുക, അതായത് എന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ 10-15 പോസിറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ 10-15 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവാണ് തപ്പാറ്. ഞാൻ ഇപ്പൊ നേരെ തിരിച്ച് നെഗറ്റീവ് തപ്പി തുടങ്ങി. ഇനിയിപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് വരുന്നത് എനിക്കറിയില്ല. ഓക്കെ, വാട്ട് എവർ, ജോക്സ് അപ്പാർട്ട്. ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അഖിൽ മാരാർ പറഞ്ഞിട്ട്. അദ്ദേഹം പറയണ്ടായി വൺ പൊളിറ്റിക്സ് ആണ് നടക്കുന്നത് ബിഗ് ബോസിന്റെ അകത്ത്, അതേപോലെ സ്ക്രിപ്റ്റഡ് ആണ്, 2 പേര് ഇതിന്റെ ബാക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് എന്താണ് പൂജയ്ക്ക് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മള് ജനങ്ങൾ ഇവിടത്തെ, അതെനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പൊ ഹിന്ദിയിലൊക്കെ ആണെങ്കിലും കുറേ സീസണുകൾ ആൾക്കാർ കണ്ട് പരിചയമുള്ളതാ. അപ്പൊ ഇതിനൊരു ഫോർമാറ്റ് ആക്ച്വലി ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ മലയാളത്തിൽ ഇതൊരു 6 വർഷമായിട്ടുള്ളൂ ഈ ഒരു സീസൺ തുടങ്ങിയിട്ട്. സോ സ്റ്റിൽ ഒരുപാട് പേര് വിചാരിക്കുന്നത് എന്താ പറയാ, റിയൽ ആണ്, അല്ലെങ്കിൽ ഇതാണ് അവര്. ശരിക്കും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവും. ഇറ്റ്സ് എ സ്റ്റോറി. നമ്മളൊരു സിനിമ കാണുന്ന പോലെ ഒരു സ്റ്റോറി ഉണ്ടാവും. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ് ഹെഡ്, ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ ബാക്കിയുണ്ട്. സോ ദേ വിൽ ക്രിയേറ്റ് എ സ്റ്റോറി. അതിലേക്ക് കുറെ പേരെ പ്ലേസ് ചെയ്യുന്നു. നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സ് ആണ്, വി ആർ പ്ലേയിങ് ദ ക്യാരക്ടേഴ്സ്. പക്ഷെ നമുക്കറിയില്ല നമ്മൾ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമുക്കറിയില്ല. അതാണ് അതിന്റെ ഫൺ പാർട്ട്. നമ്മൾ ചിലപ്പം ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാറില്ലേ, അതായത് എന്നെ ഇങ്ങനെയാണോ ഇങ്ങനെ പറഞ്ഞത്. ചില ആൾക്കാർ പറയും എന്നെ വേറെ നല്ല രീതിക്കാണോ പോട്ടെ. സോ ഇതൊക്കെ അവരുടെ കയ്യിലാണ് ഇരിക്കണം. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ ആ ഹൗസിന്റെ ഉള്ളിൽ ഫസ്റ്റ് വൈൽഡ് കാർഡായിട്ട് കയറി വരുമ്പം നമുക്ക് ഒരുപാട് പേരെ പറ്റിയിട്ട് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. നമ്മൾ 24 hours ലൈവ് കണ്ടിട്ടും എപ്പിസോഡ് കണ്ടിട്ടും നമുക്ക് ഒരുപാട് പേരെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവിടെ പോകുന്നത്. ബിക്കോസ് നമ്മളവിടെ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ഫസ്റ്റ് ഡേ എനിക്ക് പോയി അവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തപ്പം എനിക്ക് പെട്ടെന്നൊരു ഡാർക്ക് അടിച്ചു. കാരണം നമ്മൾ ജഡ്ജ് ചെയ്ത പോലത്തെ ആൾക്കാരെ അല്ല റിയൽ ആയിട്ട് നമ്മൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടേഴ്സ് വരുന്നത്. ഞാൻ മെയിനായിട്ട് പറഞ്ഞ ജാൻമോണീനെ പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആള് ആ വീട്ടിൽ തന്നെ ഏറ്റവും വൈബ്രന്റ് ആയിട്ട്, നമ്മളൊക്കെ ആ വ്യക്തി ഉള്ളതുകൊണ്ട് നമുക്ക് പല വിഷമങ്ങളും നമ്മൾ മറന്നു പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെ ചിരിപ്പിച്ച് പാട്ട് പാടി, പിന്നെ അവിടെ കുക്കിംഗ് എന്ന് പറഞ്ഞ ആള് അങ്ങെടുത്ത് ചെയ്യും. സോ അങ്ങനത്തെ ഒരു വ്യക്തിയാ. അപ്പോ ആ ഒരു ഇറ്റ്സ് ലൈക്ക് ഹൗ ദേ പോർട്രേയിങ് എന്നൊക്കെ ഉള്ള ഒരു സാധനമല്ലേ. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സാധനം തുടക്കവും അവസാനവും ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ട് എത്തുന്നത് വേറെ രീതിക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചതിനുള്ള മറുപടി. പിന്നെ അഖിൽ മാരാർ സംസാരിച്ച കുറെ കാര്യങ്ങൾ, അഖിൽ മാരാർ സംസാരിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വിലയിരുത്താനോ ഞാനിപ്പോൾ നിൽക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ മാരാർ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇഷ്യൂ, കാരണം എല്ലാവർക്കും അറിയാം സിബിൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ പേഴ്സണലായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് വിളിച്ചിട്ട്, ഇപ്പം എൻ്റെ അടുത്തും കുറേ പേര് പേഴ്സണലായിട്ട് സംസാരിക്കും. ഇപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരെ, അപ്പോൾ ഇപ്പം നീ എൻ്റെ അനിയത്തിയാണ്, അപ്പം നീ എൻ്റെ അടുത്തൊരു പേഴ്സണലായിട്ടൊരു ഇഷ്യൂ വന്നിട്ട് ചേച്ചി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിവേ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു ലൈവില് ഒരു അനുവാദം കൂടാതെ സംസാരിക്കുമ്പോൾ ഇതിന്റെ കോൺസിക്വൻസസും കാര്യങ്ങളും അനുഭവിക്കുന്നത് ഇപ്പുറത്തെ സൈഡാവും. അപ്പോ അതൊന്ന് ചിന്തിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് പറയുന്നത് ശരിയോ തെറ്റോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരാളെ പറ്റി പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് കംഫർട്ടബിൾ ആണോ, ഞാൻ സംസാരിച്ചോട്ടെ ഈ വിഷയം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോക്ക് നമ്മൾ പൊതുവേ ചോദിക്കില്ലേ. അപ്പോൾ അതുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുമല്ലാതെ ഇപ്പം ഒരുപാട് പേര് ആ ഇഷ്യൂവിന്റെ പേരിൽ ഈ ഒരു വ്യക്തിയുടെ പേര് തന്നെ എടുത്ത് പറയുമ്പോൾ ഈ ഒരു വ്യക്തി അതിനെപ്പറ്റി റിയാക്ഷനും ചെയ്യുന്നില്ല. കാരണം ആൾക്ക് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു മെന്റലി എന്താ പറയാ ഡൗൺ ആവും നമ്മള്. ഒബ്വിയസ്ലി സിബിൻ വിളിച്ചായിരുന്നോ ഈ ഇഷ്യൂ അഖിൽമാരന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം? സിബിൻ എനിക്ക് എന്നെ ഡെയിലി സിബിൻ വിളിക്കാറുണ്ട്. അല്ല, എന്നിട്ട് പുള്ളിക്കാരന്റെ ഒരു റിയാക്ഷൻ എന്താണോ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ? പുള്ളിക്കാരെ പറഞ്ഞേ അത് ഞാൻ ഇവിടെ പറയാൻ എനിക്ക് അനുവാദമില്ല. കാരണം അത് സിബിൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഹാപ്പി ആണോ സാഡ് ആണോ എന്നുള്ളത് എന്തും ആയിക്കോട്ടെ, അത് സിബിനായിട്ട് വന്ന് പറയുമ്പോൾ സിബിൻ പറഞ്ഞോളും.
കാരണം ഇപ്പൊ ഞാൻ തന്നെ സിബിന്റെ കാര്യം ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാനും ആളും തമ്മിൽ ചെയ്യുന്നതിൽ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ എന്താണ് സിബിന് തോന്നിയത്, എന്താണ് സിബിന്റെ അവസ്ഥ എന്നുള്ളത് സിബിൻ സംസാരിക്കാത്ത ആളൊന്നുമില്ല. സിബിൻ നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയണ ആൾ തന്നെയാ. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കുറച്ച് സമയം വേണമെന്ന് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു പറയണമെങ്കിൽ എനിക്ക് അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവത്തിൽ എന്താണ് എനിക്ക് ഉണ്ടായത്, സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂ എന്ന് എനിക്ക് തോന്നിപ്പോയി അത് കണ്ടപ്പോൾ. അതേപോലെ തന്നെ അഖിൽ മരാര് പറയുണ്ടായി കുറെ പെണ്ണുങ്ങൾക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സത്യാവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് യാതൊരു വക അടിസ്ഥാനമായിട്ടൊരു അറിവില്ലാണ്ട് ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. ആക്ച്വലി പൂജനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് പുറത്തുനിന്നുള്ള ഒരു ഔട്ട് വ്യൂ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറ്റും. അതിന്റെ ഹൗസിൽ ആദ്യമേ കയറിയ ആൾക്കാർക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പക്ഷെ പൂജയ്ക്ക് പുറത്തിരുന്ന കാര്യങ്ങളും അറിയാം, അകത്ത് പോയിട്ടുള്ള ഒരു സംഭവങ്ങളും അറിയാം. അപ്പോ അത് എത്രത്തോളം ഡിഫറെന്റ് ആണ് പുറത്തുനിന്ന് കാണുന്നതും ഉള്ളിലുണ്ടാവുന്ന സംഭവങ്ങളും? കറക്റ്റ് അതേപോലെ തന്നെയാണോ പുറത്തേക്ക് കാണുന്നത്? അതായത് നമ്മളിപ്പോ പറയില്ലേ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന പോലെ, ഇത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. അതായത് ഫോർ മീ, ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് അവിടുത്തെ കണ്ടസ്റ്റൻസ് ഭയങ്കര ടഫായിരുന്നു, എനിക്ക് അതൊരു പ്രഷർ കുക്കർ ആയിരുന്നു ഒന്നും ഞാൻ പറയില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഹൗസ് എനിക്ക് ഭയങ്കര ഫണ്ണായിരുന്നു സത്യം. ഞാൻ അത് തന്നെയാണ് ഇറങ്ങുമ്പോഴും പറഞ്ഞത്. പക്ഷെ എനിക്ക് അസുഖം വന്നുകൊണ്ട് മാത്രം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നേ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പൊ അവിടുന്ന് വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും ആ ടോട്ടൽ ഹൗസിന്റെ ഒരു സ്വഭാവം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പൊ ടി വിയിൽ ഇരുന്ന് ഞാൻ ബിഗ് ബോസ് കാണുമ്പോഴും ഞാൻ പറയാറുണ്ട്, എന്താ നിനക്ക് ഇത് ഇവിടെ പറഞ്ഞുകൂടായിരുന്നോ, നിനക്ക് ഇത് അവിടെ പറഞ്ഞുകൂടായിരുന്നോ. പക്ഷെ ആക്ച്വലി ഇൻ റിയാലിറ്റി നമ്മൾ അവിടെ ചെയ്യുമ്പോൾ പല മാനസികാവസ്ഥയായിരിക്കും. ചിലപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വേറെ നമുക്ക് എന്തെങ്കിലും വിഷമത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരാൾ പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ മിസ്സായി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുമല്ലാതെ നമ്മളിപ്പോ ടി വിയിൽ ഒരാളുടെ ഫേസിലേക്ക് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ നമ്മൾ ഡയറക്റ്റ് ഒരാളുടെ ഫേസിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം അദ്ദേഹം എന്ത് കഴിച്ചു, എങ്ങനെ ഇരിക്കുന്നു, എപ്പോ കാര്യങ്ങൾ ഇതെല്ലാം അവരെ പറ്റി നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു ഫുള്ളി ഒരു വ്യക്തിനെ പറ്റി അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നമുക്ക് ചിലപ്പോൾ അയാളെ വേദനിപ്പിക്കേണ്ടി വന്നേക്കാം. അപ്പൊ അത് നമുക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്കൊരാളുടെ അടുത്ത് ചീത്ത വിളിക്കുന്നതും നമുക്കൊരാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതും അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. സോ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒക്കെ വരും അവിടെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപാട് പേർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത്, ചിലപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ചെന്നിട്ട് കുറെ ദേഷ്യപ്പെട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനല്ലാതെ എനിക്ക് അവിടെ വന്നപ്പോൾ കുറെ പേരുടെ ക്യാരക്ടർ മനസ്സിലായി, കുറെ പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്താലാണ് ശരിയാവാന്ന് മനസ്സിലായി. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യണ വിധത്തിൽ അവരെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ, നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ ഓളിട്ട് പിന്നെ ഞാൻ ആലോചിക്കുന്ന അവിടെ PCR റൂമിൽ ഇരിക്കുന്ന ചേട്ടന്മാരെയാണ്. കാരണം ഇത്രയധികം മൈക്കിൽ കടന്നിങ്ങനെ ഓടിട്ട് കഴിഞ്ഞാൽ അവരെ ഹെഡ്സെറ്റ് വലിച്ചെറിഞ്ഞ് പോകേണ്ടി വരും. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഈ പറഞ്ഞ ടെക്നിക്കാണോ ജാനുവിന്റെ അടുത്ത് ചെയ്തിരുന്നത്? കാരണം നോറ എപ്പോഴും പറയണ്ടായിരുന്നു പൂജ കുറെ ജാനുവിനെ അലക്കി വിളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ എങ്ങനെ ജാനുവിനെ അങ്ങനെ ചെയ്തതാണോ, അതോ ജാനുവിന്റെ സ്വഭാവം അനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ നോക്കിയിട്ടുള്ളതാണോ പരിപാടി? ഞാൻ അലക്കി വെളുപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലക്കി വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ആള് ചെയ്ത തെറ്റ് അല്ല എന്ന് ഞാൻ അവിടെ പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കണം. ഞാൻ ഇന്നേ വരെ ജാനു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റ് അല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ എന്നോട് ചോദിച്ചപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ജാനു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരാളുടെ അടുത്ത് എടോ താൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയണമെങ്കിൽ അത് അയാളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് അവിടെ എൻ്റെ പോയിന്റ് നാട്ടുകാർക്ക് അറിഞ്ഞാൽ മതി, ഞാൻ പറയുന്ന പോയിന്റ് ശരിയാണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞാൽ മതി. അല്ലാണ്ട് ഇദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവരുതെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. അപ്പൊ ജാനുവിനെ സംബന്ധിച്ച് ഞാൻ ജാനുവിന്റെ അടുത്ത് ജാനു ഇത് തെറ്റാണ്, എന്താ നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനു കേൾക്കാൻ പോകില്ല. ജാനു ഭയങ്കര ചെറിയ കുട്ടി ക്യാരക്ടറാ. അപ്പൊ ഞാൻ ജാനുവിനെ ഇരുത്തി സംസാരിക്കും, ജാനു ഇങ്ങനെ പറയരുത്, ഇത് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ, നിങ്ങൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ജാനു ശരിയാണല്ലേ, ഞാൻ അങ്ങനെ പറയില്ല. ഐ ആം ഡാം ഷുവർ. കാരണം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആ ആഴ്ചയിൽ ജാനു അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. സോ അത് ഹാൻഡ്ലിങ്ങിന്റെ വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഇപ്പം നോറേനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പറ്റുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു. പക്ഷേ
അതായത് ഞാൻ ആ കുട്ടിയോട് ഞാൻ ആദ്യം പറഞ്ഞു, ഓക്കെ നീ ഇമോഷണലി നീ സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് എന്ന സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിരി വരും, പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ദേഷ്യം വരും. അതൊക്കെയാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ നോറയും പറഞ്ഞാണ് ശരിയാടാ ഞാൻ സെൻസിറ്റീവ് ആണ്, പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഒരാള് എന്നുള്ളത് ഞാൻ നോറേനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിണ്ടോ? അതായത് ഈ സെയിം ഈ ജാനുവിന്റെ ഇഷ്യൂ തന്നെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് നോറ വന്നിട്ട് സംസാരം ഉണ്ടായി, പൂജ നിങ്ങൾക്ക് ജാനുവിന്റെ കാര്യം എന്താ നിങ്ങൾ എന്താ റിയാക്ട് ചെയ്യാത്തെ? ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓളിട്ടിട്ട് വേണോ റിയാക്ട് ചെയ്യാൻ, അത് ഒരാളെ മനസ്സിലാക്കിപ്പിച്ചിട്ട് വേണോ റിയാക്ട് ചെയ്യാൻ. എൻ്റെ ഉദ്ദേശത്തിൽ അയാൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ റിയാക്ട് ചെയ്തു. അദ്ദേഹം തന്നെ ഞാൻ ആ ഒരു ഇന്റർവ്യൂ സെഷൻ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ സെഷനിൽ ഞാൻ ചോദിച്ചപ്പോൾ ജാൻമോണി വായ കൊണ്ട് സ്വന്തമായി പറയുന്നത് തെറ്റാണ് ഞാൻ ചെയ്തത്, ഞാൻ ജനങ്ങൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ ഐ എം സോ ഹാപ്പി. എനിക്ക് അതിനെ വേണ്ടിയിരുന്നുള്ളൂ. കാരണം ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. അല്ലാതെ ജാൻമോണി ചെയ്തത് ശരിയാണ്, ജാൻമോണി ഇനിയും കുറച്ച് 4 എപ്പിസോഡും കൂടെ ഇത് കൊണ്ടുപോകണം, എന്നാൽ അടിപൊളിയായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയുമ്പോഴല്ലേ അത് വെളുപ്പിക്കലാവുന്നേ. അത് മൊത്തത്തിലൊരു തെറ്റായ ധാരണയായിരുന്നു പുള്ളിക്കാരിയുടെ. അവിടെ കുറെ തെറ്റായ ധാരണകൾ ഉണ്ടാവണ്ട, അത് പിന്നെ ക്ലിയർ ചെയ്യണമെന്ന് അവർക്കും ആഗ്രഹം വേണമല്ലോ. അതേപോലെ എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ ഈ പറയുണ്ടായി നമ്മൾ കാണുന്ന പോലെ അല്ല ശരിക്കും അതിലുള്ള ആൾക്കാര് എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് ആണോ? എക്സ്പെഷ്യലി എനിക്ക് എടുത്ത് ചോദിക്കേണ്ടത് അർജുൻ ശ്രീതു കോംബോ, അത് ശരിക്കും നിന്നോട് അതൊക്കെ ഞാൻ സംസാരിച്ചതല്ലേ കുഞ്ഞു? അങ്ങനെ പറയാൻ പാടുള്ളതില് സത്യം പറയാലോ, അർജുൻ ശ്രീതു കോംബോ എന്ന് പറയുന്നത് ആ വീട്ടിൽ ആർക്കും അത് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോ ആ വീട്ടില് പിന്നെ 24 hours നമ്മൾ ദിവസം അവിടെ ഇരിക്കല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നേരത്തെ കടന്നുറങ്ങുന്ന ആളാണ്. കാരണം എനിക്ക് എന്റെ ഉറക്കം മുഖ്യമാണ് ബിഗിലെ. പിന്നെ അതല്ലാണ്ട് രാവിലെ പിന്നെ ഈ പാട്ട് വെച്ച് എണീക്കുമ്പോ ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങും. ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. എനിക്ക് പിന്നെ അതിന് മേലെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വയ്യാത്തോണ്ടാ. അപ്പൊ ഇതിന്റെ ഇടയിൽ രാത്രി എന്ത് കണ്ടന്റ് നടക്കണത് എനിക്കറിയില്ല. അല്ലാത്ത നേരത്തൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇവര് അവിടെ ഇരുന്ന് സംസാരിക്കണമെന്ന് ഞാൻ ഡേ ലൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ആ കോംബോ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഈ ലൈവിലൊക്കെ ചില സമയത്ത് മാത്രം ഒന്ന് കണ്ടുമുട്ടുമ്പോ ഇത് മാത്രം കട്ട് ചെയ്തിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ലൈക് ദേ ആർ ട്രൈങ് ടു മേക്ക് മീൻ അർജുനും ശ്രീതും ട്രൈ ചെയ്യണമെന്നല്ല ഞാൻ പറയണേ, പുറത്ത് അത് വെറുതെ ട്രൈ ചെയ്തിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അതിന്റെ ഉള്ളില് അർജുനും ശ്രീതു ഒന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളില് നമ്മൾ കാണാത്ത വല്ല കോംബോ ശരിക്കും ഉണ്ടോ? ഞാനും സിബിനും നിങ്ങൾ കണ്ടിരുന്നു ആ കോംബോനെ? ഞാനും ജാനും ഞാനും ഋഷിയും, അതാണ് നിങ്ങൾ അറിയാതെ പോയത്. കഴിഞ്ഞ 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഫസ്റ്റ് കേറി ചെന്നപ്പോ തന്നെ പൂജയ്ക്ക് പറ്റൊരു ടാസ്ക് ആണ് കിട്ടിയത്. എന്താണ്? വർത്താനം പറഞ്ഞ് ആ ഒരു ഇതില് തോൽപ്പിക്കാന്നുള്ളത്. അതില് ഭയങ്കര പുലിയാണ്. കറക്റ്റ് കയറി ചെന്നാൽ തന്നെ ആ ഒരു ടാസ്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ആക്ച്വലി അന്ന് ഗബ്രിക്ക് ഇട്ടിട്ട് നല്ലോണം ഗബ്രിക്കെതിരെ നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി അത് ഇവിടുന്ന് കണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ട് ഗബ്രിനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇരുത്തി താഴ്ത്തണം എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്ത് പോയതാണ്. അത് ഓൾറെഡി അങ്ങനെ തന്നെയാണോ? ഞാൻ അവിടെ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഐ ഡോണ്ട് ടാർഗറ്റ് പീപ്പിൾ, ഐ ടാർഗറ്റ് ദ ടോപ്പിക്സ് എന്ന് പറയുന്നത്. എനിക്ക് അവരുടെ വിഷയങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആളെ. എനിക്ക് ഗബ്രിയുടെ അടുത്തൊന്നും ഒരു ദേഷ്യമില്ല. ഞാൻ ഗബ്രി അല്ലാണ്ട് കുറെ നേരം സംസാരിക്കുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഗബ്രിയുടെ അടുത്ത്, പക്ഷേ ഗബ്രി പറയുന്ന സ്റ്റേറ്റ്മെന്റും ഗബ്രി ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് വരുമ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മെമ്മറി ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് ഒരു കാര്യം ഒരാൾ ചെയ്ത് പിന്നീട് ഞാൻ അങ്ങനെ മറക്കുന്ന ആളല്ല. അപ്പൊ ആദ്യം ശരണീച്ചി എന്തോ പോയിന്റ് സംസാരിച്ചപ്പം ശരണീച്ചിയോട് പറഞ്ഞു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട ഒരു ഗെയിം ആയപ്പോൾ എന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടിരുന്നല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ കയറി അടിച്ചങ്ങ് സംസാരിച്ചു. പക്ഷെ ഐ തിങ്ക് അതൊരു ഹെൽത്തി ആയിരുന്നു ഭയങ്കരമായിട്ട്. ഞാനും ആണ് ഗബ്രിയേനെ പിന്നീട് നമ്മൾ അവിടെ വന്നിട്ട് അതിനെ പറ്റി ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ടാസ്കില് ആരെ പറ്റിയിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊന്നും ചെയ്തില്ല. ബിക്കോസ് അതൊരു ഡിബേറ്റ് അല്ലെങ്കിൽ അതൊരു പ്രസ് കോൺഫറൻസ് ആയിട്ട് ബാക്കിയുള്ളവരും കണ്ടത് അങ്ങനെ വിട്ടു. പക്ഷെ ഇവിടെ വന്നപ്പോ അത് ഭയങ്കര മാസമായി, ആകെ വൈറലായി. പൂജ എങ്ങനെയായിരുന്നു അതൊക്കെ ആയി. അതില് പിന്നെ സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് എന്റേതായ ഒരു സ്പേസിൽ വന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഞാനാ സംസാരിക്കണേ. എനിക്ക് അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ഗസ്റ്റുകളോട്, അത് ദേ ആർ മൈ ഗസ്റ്റ്. അപ്പൊ എനിക്ക് എന്റെ ഒരു അപ്രോച്ചിനോട് ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവരെ ഹാപ്പി ആയിട്ട് വെക്കണം. കാരണം ദാറ്റ് ഇസ് ഒരു കർട്ടസി ആണ് അത്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ അമ്മ കണ്ടസ്റ്റന്റ്, എന്റെ ഈക്വൽ ആയിട്ടുള്ള നമ്മള് ഫൈറ്റ് ചെയ്യണേ. സോ ഇറ്റ്സ് എ ഫൈറ്റ്. സോ അത് ഫെയർ ആയിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതെ, പൂജ തന്നെ പറയുണ്ടായി ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റ് അവർ എഴുതിയിട്ട് പ്ലേസ് ചെയ്യാണ് ക്യാരക്ടേഴ്സിന് അതിലെ. പക്ഷെ അവരായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതന്നെ അറിയില്ല എന്നുള്ളത്. അപ്പം ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു സംഭവം ഇതേപോലത്തെ ഉള്ളൊരു പ്ലാനിങ് ആണോ അതോ ശരിക്കും അവർക്ക് അറിയാണ്ട് വന്നു പോയുള്ള സാധനമാണോ അത്? ഞാൻ ജാസ്മിനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ അത്ര വലിയ കണക്ഷൻ ഇല്ല.
കാരണം സത്യം പറയാലോ, എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കൊരാളുടെ അടുത്ത് സംസാരിക്കണം, അത് എൻ്റെ ഒരു ക്യാരക്ടറിന്റെ പ്രശ്നമായിരിക്കാം. എനിക്കൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഏതാണ്ടൊക്കെ ഒരു മീറ്റർ നമ്മളായിട്ട് ഒരു വൈബ് കണക്ഷൻ വരുമ്പോഴാണ് ഞാൻ കൂടുതലും ആളുടെ അടുത്ത് സംസാരിക്കുക. പക്ഷെ എനിക്ക് ജാസ്മിൻ്റെ അടുത്ത് ആ ഒരു കണക്ഷൻ വന്നിട്ടില്ല. പക്ഷെ ഗബ്രിയുടെ അടുത്ത് ഞാൻ കുറേ നേരം സംസാരിച്ചിരുന്നു. കാരണം ഗബ്രി അല്ലാതെ ഇരിക്കുമ്പോൾ ഗബ്രിയുടെ കുറേ വർത്താനങ്ങളും കാര്യങ്ങളും കുറേ നേരം പാട്ട് പാടുന്നത് അതൊക്കെ അത് നൈസായിരുന്നു പരിപാടി. അപ്പൊ ആ സമയത്തും ഇപ്പോ ഗബ്രി എന്നോട് പ്രാവശ്യം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് പൂജ, എനിക്ക് അവളായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, അത് ഇല്ലാന്ന് ഞാൻ പറയില്ല. ബിക്കോസ് അവിടെ അത് അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആ ഒരു പരിപാടി. അതായത് ഇപ്പൊ നമ്മൾ ആ ഹൗസിനുള്ളിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തത്തെ ലോകമായിട്ടുള്ള കംപ്ലീറ്റ് മെമ്മറി നമ്മുടെ കട്ടാവും. അത് എങ്ങനെ കട്ടാവണത് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഒന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എ ഫാക്ട്. അത് എനിക്ക് മാത്രമല്ല ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് സമാധാനമായത്. കാരണം ലിറ്ററലി ഞാൻ ഒരു ദിവസം ഭയങ്കര വിഷമിച്ചിട്ട് വിഷമം വന്നു. കാരണം എന്റെ പാർട്ട്ണറിന്റെയോ ഇപ്പൊ നിന്റെയോ അമ്മയുടെ അച്ഛന്റെയോ ഫ്രണ്ട്സിന്റെ ഒന്നും ഫേസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കേറിയിട്ട് എത്ര 2-3 ഡേയ്സിനുള്ളിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഫേസ് ഓർമ്മ വരുന്നില്ല, വോയിസ് ഓർമ്മ വരുന്നില്ല, പിന്നെ ഡ്രീംസ് കാണില്ല നമ്മള്. എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ അതിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കണ നേരത്തേക്ക് എന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യാ, നിങ്ങളുടെ ആ ഒരു ഫേസ് ഓർമ്മയില്ല. അപ്പൊ ഋഷി വന്നിട്ട് ചോദിച്ചു എന്തേലും പറഞ്ഞാ ഇത്ര പറഞ്ഞോടാ എനിക്ക് ഫേസ് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഋഷി പറഞ്ഞോടാ അതിവിടെ എല്ലാവർക്കും ഉള്ളതാണ്, നീ ബാത്റൂം പോയിട്ടൊന്ന് കരഞ്ഞിട്ട് ഓക്കെ ആയിട്ട് വന്നോ. അപ്പോഴാണ് ഞാനിത് എല്ലാവർക്കും ഉള്ള പരിപാടി. അപ്പൊ സോ നമുക്ക് പുറത്തുനിന്നുള്ള പരിപാടി നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കട്ടാവും. കാരണം നമ്മൾ അവിടെ ഭയങ്കര ആക്റ്റീവ് ആകും, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ പരിപാടികളുണ്ട്, കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മളായിട്ട് കറക്റ്റ് എന്തെങ്കിലും വൈബ് ഉള്ള ഒരാളായിട്ട് നമ്മൾ കണക്ഷൻ വരും. ഇപ്പൊ എനിക്ക് സിബിന്റെ അടുത്ത് അങ്ങനെയായിരുന്നു. സിബിന്റെ തമാശകൾ അല്ലെങ്കിൽ സിബിന്റെ കൗണ്ടേഴ്സ് ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലൊക്കെ സിബിന്റെ അടുത്ത് സംസാരിക്കില്ല, എനിക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അവനും ജാസ്മിന്റെ അടുത്ത് ഒരു കണക്ഷൻ വന്നു. പക്ഷേ ഇപ്പോ ഇവിടുത്തെ ഓരോ രീതികളിലേക്ക് നമ്മളെ മാറ്റുന്നതും, അതായത് ചിലപ്പോൾ ഓരോ ടാസ്ക് ബേസിലായാലും അല്ലെങ്കിൽ ഓരോ രീതിയിലേക്കും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് അവരായിട്ട് തന്നെ നമ്മൾ മാറ്റും. ആൻഡ് വി ആർ പ്ലേയിങ് അലോങ് വിത്ത് ദാറ്റ് എന്നുള്ള ഒരു സാധനത്തിൽ അവന് പറയണ ഈ പരിപാടി ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. കാരണം നമ്മളും ഇതിന്റെ അവരും അതായത് നമ്മളും ഇതിന്റെ ഒരു പാർട്ടിൽ അഭിനയിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ എന്നുള്ള രീതിക്ക് അവനോട് സംസാരിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഓക്കെ. കാരണം അവനറിയാം എന്താണ് ഏതാണ്. പക്ഷെ ഈസ് ആക്ച്വലി നൈസ് ഗായ്. ഞാൻ പറഞ്ഞു അവനടുത്ത് കുറച്ച് ഈഗോ പരിപാടിയൊക്കെ ഉണ്ട് അവന് ഭയങ്കര. അവൻ എപ്പോഴും അവൻ സത്യം പറഞ്ഞ കുറച്ച് SP ഒക്കെയാണ്. പിന്നെ അവൻ അതാണ് അവൻ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ കേട്ടിരിക്കാൻ രസമാണ്. അവൻ കുറച്ച് ഈഗോ പരിപാടി ഉണ്ടെങ്കിലും പക്ഷെ അവൻ ഒരു നൈസ് പയ്യനാണെന്ന് ഞാൻ പറയാം. അതെ, ഇപ്പൊ പറഞ്ഞു സിബിനായിട്ട് പൂജാപ്പിക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പൂജാപ്പിക്കല്ല, പൂജയ്ക്ക്. സിബിനായിട്ട് പൂജയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പുറത്ത് കുറച്ച് കമന്റ്സ് വന്നായിരുന്നു, വാലായിട്ട് നടക്കും എന്നുള്ളത്. അത് അങ്ങനെ വാലായിട്ട് നടന്ന പോലെ പൂജയ്ക്ക് തോന്നുന്നുണ്ടോ സ്വയം അതിന്റെ ഉള്ളിൽ പോയിട്ട്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം നമുക്ക് എങ്ങനെ വേണേലും കളിക്കാം. സോ എന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അണ്ടർ പ്ലേ കളിക്കാന്ന് വിചാരിച്ചിട്ട് പോയ ആളാണ്. അതായത് ഹൗസിനുള്ളിൽ ഒരു മനുഷ്യനെ എന്നെ പിടികിട്ടരുത്, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ എന്താണെന്ന്. സോ എന്റെ മൈൻഡിൽ ആ സാധനമായിരുന്നു. അപ്പോ ഞാൻ ഫസ്റ്റ് വീക്ക് പോയിട്ട് എനിക്ക് വന്ന ടാസ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ടീമിലുള്ള ആൾക്കാരും കൂടുതൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഋഷി ആണെങ്കിലും ശരണേച്ചി ആണെങ്കിലും ജാനു ആണെങ്കിലും അഭിഷേക് അത്ര ഇതിലും. പക്ഷെ ഇപ്പൊ ഡിബേക്കാരന് വന്നതൊക്കെ ഡിബേറ്റ് ടാസ്ക്, ഓർമ്മയുള്ള ടാസ്ക്. അപ്പൊ ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ വടംവലി ടാസ്ക്. അപ്പൊ അതിലും ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ കടന്ന് സംസാരിക്കണ കാര്യങ്ങളായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ എനിക്ക് മറ്റേ ഒന്നാമത്തെ കിരീടം തന്നു. അപ്പൊ എല്ലാരും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് സന്തോഷമല്ല ആയത്, എനിക്ക് സങ്കടം വന്നു. പിന്നെ അത് പറയാണ്ടിരിക്കാൻ അയ്യോ എന്തിനാ ഇതൊക്കെ തന്നേക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുമോ? കാരണം എനിക്ക് സങ്കടം വന്ന ഇൻ ദ സെൻസ് എന്നെ അവർക്ക് പിടികിട്ടി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് സങ്കടം വന്നേ. കാരണം എനിക്കത് കൊടുക്കണ്ടായിരുന്നു. കാരണം എനിക്ക് വന്ന വീക്കിൽ തന്നെ എനിക്ക് നൈസായിട്ട് എല്ലാവരും ഒബ്സർവ് ചെയ്ത് എല്ലാവരും എവിടെയൊക്കെ പിടിക്കണം, എങ്ങനെയൊക്കെ അവരുടെ ക്യാരക്ടർ അതൊക്കെ. സിബിൻ കൈയോടെ പിടിച്ചില്ലേ? സിബിൻ അതെനിക്ക് ആദ്യമേ അറിയായിരുന്നു. സിബിൻ ആ ടാസ്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ സിബിൻ എന്നെ പറ്റി സംസാരിക്കുമെന്നും സിബിൻ എന്നെ പിടിച്ചെന്ന് ഞാൻ അഭിഷേകിന്റെ അടുത്ത് പറയണം, എന്നെ പിടിച്ചോളാം എന്നെ മനസ്സിലാക്കിയാണ്. സിബിന് അത് ഞാൻ സിബിന് ആദ്യം 3 ദിവസം സംസാരിച്ചിട്ടില്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാനൊരു സിബിനോട് പറയും നമ്മളാണ് വൈൽക്കാട് വന്നതിന് അധികം സംസാരിക്കാത്ത ആൾക്കാരെന്ന് ഞാൻ പറയണ്ടേ. പക്ഷെ പിന്നീടാണ് നമുക്ക് മറ്റേ ഋഷിയും സിബിനായിട്ടുള്ള ഒരു ഫൈറ്റ് വന്നപ്പം സിബിൻ അതിനെ ടേക്ക് ചെയ്യണ രീതി എനിക്ക് വേറൊരു രീതിയായിട്ട് തോന്നി. കുറച്ചുകൂടെ അവന്റെ ക്വാളിറ്റി ജുവനൈൽ ഹോമിന്റെ ഇഷ്യൂ ആണോ, ജുവനൈൽ ഹോം വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂല്
ഋഷി ഭയങ്കര ഇമോഷണലി ആകുമ്പോൾ ഇയാൾ ഇമോഷണലി ഇടുന്നില്ല, പക്ഷെ ഇയാൾ കുറെ സർക്കാസ്റ്റിക്കലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പരിപാടിക്ക് എനിക്ക് വർക്കായി. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ സിബിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോ എന്താ പറയാൻ വന്നത്? സിബിന്റെ വാലായി നടന്നത്. അപ്പൊ സെക്കൻഡ് വീക്ക് ആയപ്പം ഞാൻ ഉറപ്പിച്ച് ഞാൻ ഡൗൺ പ്ലേ തന്നെ കളിക്കും, അണ്ടർ പ്ലേ തന്നെ കളിക്കും. കാരണം എനിക്ക് പല ആൾക്കാരെയും പല രീതിക്ക് വേണം. ആക്ച്വലി അവിടെ എല്ലാവരും സിബിനെ മാനിപ്പുലേറ്റർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഞാനാണ് കാരണം അവിടെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അയാൾക്ക് മനസ്സിലാവുമ്പോൾ എന്ത് മാനിപ്പുലേറ്റർ ആണിത്? അതെ, അപ്പൊ ശരിക്കും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് മനസ്സിലാവാനേ പാടില്ല, അവര് പിടിക്കാനേ പാടില്ല. ആരാ ബിഗ് ബോസിൽ ശരിക്കും മാനിപ്പുലേറ്റർ ആരാ? അതൊന്നും ഞാൻ പറയില്ല. ഇവിടെ വന്നിട്ട് പറയാം ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ അടുത്ത് നൈസായി എന്നിട്ട് അവരെ നമുക്ക് എന്നിട്ട് അവരുടെ അടുത്ത് നമുക്ക് മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർ അതിന്റെ രീതിക്ക് മാറാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്നിട്ട് സെക്കൻഡ് വീക്കില് കാരണം ഓവറായിട്ട് നമ്മൾ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ഈസി ആയിട്ട് നമ്മളെ എഗെയിൻസ്റ്റ് വന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ നമുക്ക് ഇടയിൽ കൂടെ വന്നിട്ട് നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്യണേന്ന് അവർക്ക് അറിയാണ്ട് നമുക്ക് കളിക്കാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ. 2-3 പേരുടെ പേര് ലാലന്റെ എപ്പിസോഡിൽ ലാലട്ടൻ ചോദിക്കണ്ടല്ലോ 2-3 പേരുടെ അടുത്ത് എന്താണ് ഇപ്പൊ ഡൗൺ ആണല്ലോ, എന്താ ഗെയിം കളിക്കാത്തെന്നൊക്കെ ചോദിക്കണ്ടേ ലാലട്ടൻ. അപ്പൊ അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഉത്തരവാദി പൂജയാണോ? അങ്ങനെ കംപ്ലീറ്റ്ലി ഒന്നും ഞാൻ പറയില്ല, അത്ര വലിയ മഹാനൊന്നുമല്ല ഞാൻ. കുറച്ചൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ അവരെ വേദനിപ്പിക്കൂല നമ്മള്, അത്രേ ഉള്ളൂ. പക്ഷെ അറിയാതെ വേദനിപ്പിക്കല്ല, അറിയാതെ ഡൗൺ ആവും അവര്. അപ്പൊ നമ്മൾ അങ്ങനെയും ഗെയിം കളിക്കാം. നമുക്ക് ഓളിട്ടിട്ട് എടോ നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ സത്യം പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിയിട്ട് എന്റെ മെന്റൽ സ്റ്റേറ്റ് നശിപ്പിക്കാൻ എനിക്ക് വയ്യ. കാരണം അവിടെ എനിക്ക് ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് കളിക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, എന്റെ മൈൻഡിനെ ഞാൻ ഓക്കെ ആക്കണം. അപ്പൊ അങ്ങനെ ഓക്കെ ആക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ നൈസായിട്ട് കളിക്കണം. അതാണ്. അപ്പൊ സിബിന്റെ വാലായിരുന്നു അല്ലേ? ഒരിക്കലല്ല. നിങ്ങൾ പലത് കണ്ടിട്ടില്ല. പല സമയത്ത് സിബിന് ഓളിയിടുമ്പോ ഞാൻ സിബിനെ വിടാണ്ടിരിക്കുന്ന സിബിൻ ശരി 100 അത് വെച്ചിട്ടാ സിബിൻ സ്പഷ്ടമായി പറയാം, നീ വെറും ചൊക്കി. എടാ ഞാൻ ഇന്ന് നല്ലത് നിന്നെ പറ്റി പറയണെന്നറിയോ? സിബിൻ പാവാണ്, സിബിൻ അടിപൊളിയാണെന്ന്. നീ സൂപ്പർ അല്ലേ, നമ്മൾ രണ്ടുപേരും കിടിലല്ലേ? എങ്ങനെയുണ്ട്? അതൊക്കെടാ, ഇത് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്റർവ്യൂ നടക്കട്ടെ. ജിൻഡോ ചേട്ടനെ പറ്റിയിട്ട്. കാരണം ജിൻഡോ ചേട്ടൻ ഒരു ക്യാരക്ടറുകൾ ഓരോ ആഴ്ചത്തോടും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളുടെ പവർ ടീം ആയപ്പോ നിങ്ങളുടെ കളിപ്പാവയാണെന്ന് കുറെ പേര് പറയുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ ആക്ച്വലി ക്യാരക്ടർ എന്താണ്? എല്ലാ ആഴ്ച ഇങ്ങനെ ഓരോരോ മൂഡ് പിടിച്ചോണ്ട് നിങ്ങൾ 24 മണിക്കൂർ കാണുന്നത് നിങ്ങൾക്ക് എന്താ ക്യാരക്ടർ എന്ന് മനസ്സിലായോ? ഇല്ല, അതുകൊണ്ടാ ചോദിച്ചത് എന്താ ക്യാരക്ടർ. ഇത് ഞങ്ങളവിടെ മറ്റേ നമ്മള് പറയില്ലേ ഈ സണ്ണി, ഡോക്ടർ സണ്ണീനെയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചു പോയി. കാരണം ജിൻഡോ ചേട്ടൻ ഞാൻ ഇടപഴകിയിടത്തോളം വെച്ചിട്ട് ജിൻഡോ ചേട്ടൻ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആൾക്ക് കംപ്ലൈന്റ് ആണ്. അതായത് ഒരാഴ്ച ജിൻഡോ ചേട്ടൻ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ ഗ്ലാസ് കഴുകി വെക്കാൻ മറക്കും. അത് അവിടെ ഇവിടെ വെച്ചിട്ട് പോകും. അപ്പൊ അതൊക്കെ അവിടെ വലിയ ഇഷ്യൂ ആണ്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കണത് ഗബ്രി വന്നത് നോക്കി, ഇത് ജിൻഡോന്റെ ചായ കപ്പാണ്, ഇതിന് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പവർ ടീമാണല്ലോ, ഇനിയിപ്പോ അത് കൊടുത്തില്ലേ പ്രശ്നമാവുമല്ലോ. ഞാൻ പറഞ്ഞു ജിൻഡോ അവിടെ മൊത്തം കപ്പ് ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും, അത് കഴുകി വെക്കണം എന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, എന്നിട്ട് ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി. കാരണം കുറെ കപ്പ് ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്നിട്ട് കഴുകാൻ വേണ്ടി പോയപ്പോഴേക്കും ഊപ്പറാള് വെള്ളമൊക്കെ നിറച്ചിട്ട് അവന്റെ ഉള്ളിലൊക്കെ കപ്പൊക്കെ എടുത്ത് വെച്ചതേ ചൂടുവെള്ളത്തിൽ കഴുകണം. ഞാൻ പറഞ്ഞു ചേട്ടാ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകാൻ. അതൊന്നും പറ്റില്ല. പിറ്റേ ദിവസം എന്റെ കപ്പ് വേറെ ആരോ കുടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൂജ കപ്പ് കുടിച്ചിട്ട് എന്നെ കൊണ്ട് കഴുകിപ്പിച്ച്. ജിൻഡോ ചേട്ടൻ നോക്കിയിരിക്കുന്നത് എപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റും നോക്കിയിരിക്കുമ്പോ എനിക്ക് ചിരി വന്നു. അതൊരു കൊച്ചുകുട്ടിയുടെ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ജിൻഡോ ചേട്ടനെ ഭയങ്കര കംപ്ലൈന്റ് ചെയ്യും, ഭയങ്കര പരാതിയുള്ള ഒരു കുട്ടി. അപ്പൊ നമ്മള് പോട്ടടാ സോറി എന്നൊക്കെ പറഞ്ഞാൽ ജിൻഡോ ചേട്ടൻ ഓക്കെ ആവും. അല്ലാണ്ട് ആള് ഇത്ര വലിയ ക്രൂരനൊക്കെ അറിഞ്ഞൂടെ ഹൗസിനുള്ളിൽ ബാക്കിയുള്ളവര് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുമ്പോ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ ഇങ്ങനെ ഈസി ആയിട്ട് പറ്റും. അതൊരു പാവാണ്. എന്തായാലും നമ്മള് അർജുൻ ശ്രീധു കോംബോനെ പറ്റി ചോദിച്ചു. അപ്പൊ അതേപോലെ തന്നെ വേറൊരു കോംബോ ഇട്ട് നിൽക്കുന്നതാണ് ഗബ്രി ജാസ്മിൻ കോംബോ. ആ കോംബോനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത്രയൊക്കെ പറഞ്ഞ പോലെ ആൾക്കാര് ഞാനും കൂടെ പറയണോ അതില്? പൂജ നേരിട്ട് കണ്ട ഒരാളാണല്ലോ, അതുകൊണ്ട് ചോദിക്കുക. ആ കോംബോനെ പറ്റിയിട്ട് പറയാനുള്ളത്, എനിക്ക് ഗബ്രിയുടെ സൈഡും ജാസ്മിനെ എനിക്കറിയാം. പക്ഷെ ബട്ട് സ്റ്റിൽ അതായത് ആ ഒരു വ്യക്തിനായിട്ട് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ്. അത് മേ ബി അവർക്ക് ആ റിലേഷൻഷിപ്പിന് ഒരു പേരിടാൻ പറ്റിയിട്ടുണ്ടാവില്ല യെറ്റ്. ബട്ട് സ്റ്റിൽ
അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അവർക്ക്. പക്ഷേ എന്താ പറയാ, കുറെയൊക്കെ ഇപ്പം ഗബ്രി ആയാലും അതാണ് നിങ്ങളുടെ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറയണേ. ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഗബ്രി ജാസ്മിനെ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പോലെയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷെ ഹൗസിന്റെ ഉള്ളില് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗബ്രി അല്ലാതെയും ഒരുപാട് പേരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചില്ലാവാനും സംസാരിക്കാനും പാട്ട് പാടാനൊക്കെ വരുമ്പോൾ ജാസ്മിന് അത് അവിടെ പറ്റുന്നില്ല. ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ ഗബ്രി നമ്മുടെ കൂടെ ഇരുന്നിട്ട് ആ കൂട്ടത്തിലിരുന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഗബ്രീനെ ഇങ്ങനെ ഇതാക്കിയിരിക്കും. അപ്പൊ എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ കുറെ നേരം ഒരാളുടെ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് ഗബ്രി എന്നിട്ട് വിളിക്കും. അപ്പൊ ഗബ്രി അങ്ങനെ. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവിടെ ഫീൽ ചെയ്തത് രണ്ടുപേരുടെ എക്സിസ്റ്റൻസ് ആവശ്യമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഗബ്രിക്ക് അത് ഇഷ്ടമാണോ അങ്ങനെ ജാസ്മിനെ ഓരോന്ന് വിളിച്ചുകൊണ്ട് പോണതും സംസാരത്തിന്? അവരുടെ ഇടയിൽ എന്താ പ്രശ്നമൊന്നും ഞാൻ ഇടയിൽ കയറിയിരുന്ന സംസാരം കേൾക്കാൻ പോയിട്ടില്ല. നമ്മുടെ ഇടയിൽ കാണുമ്പോ തോന്നൂല്ലോ ഒരു ഇതില്. കാണുമ്പോ എനിക്ക് അറിഞ്ഞൂടാ, അത് ഓരോ സമയത്തൊക്കെ പോലെ ഇരിക്കും. എനിക്ക് അറിഞ്ഞൂടാ അവര് തമ്മിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് ഓഡിയൻസ് ആണെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. കാരണം ആ വിഷ്വല് ഞാൻ കാണണല്ലേ. ഇത് അവരൊറ്റയ്ക്ക് മാറി സംസാരിക്കുമ്പോ എന്താ സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.